എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നാൽ എന്താണ്? നിരന്തരമായിട്ട് സൈനസിന്റെ പ്രശ്നമുള്ള ആളുകൾ ചെയ്യുന്ന സർജറിയാണ് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. നിരന്തരമായി സൈനസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയും. അതായത് വിട്ടുമാറാത്ത മൂക്കടപ്പ്, തലവേദന, മൂക്കിൽ നിന്ന് കഫം വരുന്ന അവസ്ഥ, മണമില്ലായ്മ, മൂക്കിനുള്ള ദശ വളർച്ച, ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ക്രോണിക് സൈനസൈറ്റിസ് പേഷ്യന്റ് എന്ന് പറയാം. നിരന്തരമായി സൈനസൈറ്റിസ് ഉള്ള പേഷ്യന്റിനെ നമ്മൾ ഒപ്പിൽ കാണുമ്പോൾ അതിനെ തന്നെ നേസൽ എൻഡോസ്കോപ്പി, അതായത് ക്യാമറയുടെ സഹായത്തോടെ മൂക്കിൽ പരിശോധിക്കുകയും മൂക്കിനുള്ള ദശ വളർച്ച, എന്തൊക്കെയാണ് സൈനസിന്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇതിന് കാരണമാകുന്ന മറ്റ് തടസ്സങ്ങൾ എന്നിവ മനസ്സിലാക്കുവാൻ ഈ എൻഡോസ്കോപ്പിയോട് സഹായിക്കും. കൂടാതെ തന്നെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് CT സ്കാനും നമ്മൾ ആവശ്യപ്പെടുന്നു. ഇതിലൂടെ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ചില പേഷ്യൻസിന് മെഡിക്കൽ മാനേജ്മെന്റ് തന്നെ ധാരാളമാണ്. ചില പേഷ്യൻസിന്, അതായത് മൂക്കിനുള്ള ദശ വളർച്ച, നിരന്തരമായ സയൻസ് പ്രശ്നമുള്ള പേഷ്യൻസ്, മറ്റ് തടസ്സങ്ങൾ, ഇതൊക്കെയുള്ള പേഷ്യൻസിന് സയൻസിന്റെ സർജറി അഡ്വൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യുന്ന സർജറിയാണ് എൻഡോസ്കോപ്പിക് സയൻസ് സർജറി. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സ്കോപ്പിന്റെ സഹായത്തിലൂടെ മൂക്കിനുള്ളിൽ പരിശോധിക്കുകയും ഇതിനുള്ളിലെ ദശ വളർച്ച, മൂക്കിന്റെ തടസ്സങ്ങൾ, സയൻസിന്റെ മറ്റ് തടസ്സങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയും ചെയ്യും സൈനസൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റിന്. അപ്പോൾ സൈനസൈറ്റിസിന് സർജറി മാത്രമാണ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതാണ് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ്? ഒരിക്കലുമല്ല. സൈനസിന്റെ സർജറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്ന നിർദ്ദേശം പാലിക്കണം. സാധാരണയായിട്ട് പേഷ്യൻസിന് നേസൽ വാഷ്, സ്റ്റെറോയിഡ് നേസൽ സ്പ്രേ എന്നിവ കൃത്യമായ ഇടപെടലുകൾ പറയാറുണ്ട്. അതിനുശേഷം ഡോക്ടർ പറയുന്ന അനുസരിച്ച് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് ചെയ്യുകയാണ് മൂക്കുമുണ്ട് പിന്നീട് ദശവളർച്ച ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സയൻസിന്റെ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നതിന് തടയുവാൻ സാധിക്കും.